ഷെഫേ, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളൊരു വിഷുവിനൊരു പായസമേളയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഇവിടെ ഒന്ന് ട്രയൽസ് നടക്കുകയാണ്. അപ്പോൾ വന്നപ്പോൾ എനിക്കിഷ്ടമുള്ള പായസം ഷെഫ് എടുത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അടപ്പായസം ഷെഫിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ ഹോട്ടലിൽ ഒരു അടപ്പായസം ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കാണാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ചൂടാക്കി വെച്ചേക്കാണ് അല്ലേ? ആ, അടയുണ്ട്, എല്ലാം ബോയിലൊക്കെ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, നല്ല നല്ല നെയ്യ് അങ്ങോട്ട്, പ്യൂർ ഗീ അങ്ങോട്ട് ഇടുക. നെയ്യിൽ കുളിച്ച അടപ്പായസം. ഓക്കെ, വെരി ഗുഡ്. ചിലർക്ക് പോകുമ്പോഴേ അടയായിരിക്കും ഇടുന്നത്. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസ് അല്ലേ? വറുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഇതിലൂടെ നമ്മൾ പഠിപ്പിക്കും എല്ലാവർക്കൊക്കെ, പലർക്കും വറുത്ത് മാറ്റിയിടും. ഓക്കെ, കാഷ്യൂ റൈസൻസ് അല്ലേ? അപ്പൊ ഇപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എത്ര ഉണ്ടാക്കുന്നത്? അപ്പൊ എത്ര പേർക്ക് കഴിക്കാം? 7 പേര് 8 പേര് കഴിക്കാം. ഓക്കെ, ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും ഒരു അങ്ങേ അറ്റം അല്ലെങ്കിൽ ഇങ്ങേ അറ്റം, ഇതിന്റെ അത് കറക്റ്റായിട്ട് അറിയാനായിരുന്നു. ശർക്കര ഉരുക്കി പാവെന്ന് പറയും അല്ലേ? ഓക്കെ, ശർക്കര ഉരുക്കിയതല്ലേ? അപ്പൊ നമ്മൾ ആ വറുത്ത നമ്മുടെ അട ഇതിലോട്ട് ഇതും കൂടെ യൂസ് ചെയ്യുക അല്ലേ? ബോയിൽ ചെയ്യിപ്പിക്കണേ. അപ്പൊ ഇത് നമ്മളിങ്ങനെ ബോയിൽ ചെയ്ത് ചെറിയ ചൂടിലായിരിക്കും ചെയ്യേണ്ടത് അല്ലേ? അടുക്കി പിടിക്കാതെ ചെറിയ ചൂടിൽ ചെയ്യണമെന്ന് ആവശ്യം പറയണം. ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് അപ്പോൾ ലെസ് വാട്ടർ, നല്ല കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ശർക്കര പാനീയമാണ് ഇതിനകത്തോട്ട് അടിക്കുന്നത്. അതിനകത്ത് സാറ് ഷെഫെന്നെ പറഞ്ഞ വേറെ വാക്ക് പറഞ്ഞത് പാവ്. ഓ, ശർക്കര പാവ്. നമുക്കറിയാത്തൊരു വാക്കാണ്. ഞാനൊരു കാര്യം പഠിച്ചു, ശർക്കര പാവ്. താങ്ക് യു ഷെഫ്. ഓക്കെ, അത് എത്ര ക്വാണ്ടിറ്റി ഇടണമെന്നുണ്ട്? ശകലം വെള്ളത്തിന് കോൺസെൻട്രേറ്റ് ആണ് ഈ പ്രോസസ്സ്. ഇപ്പം നമ്മൾ ശർക്കര പാനി അല്ലെങ്കിൽ പാവും എല്ലാം ഇട്ടിട്ട് ഇതും ചെറിയ ചൂടിലാണോ? എത്ര നേരം നമ്മൾ എത്രയും 10 മിനിറ്റ് പരിപാടി ഉണ്ടെന്നാണ് ഷെഫ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഒരു 10 മിനിറ്റ് കാത്തിരിക്കണം ഈ രുചികരമായിട്ടുള്ള ഒരു അടപ്പായസം കഴിക്കാൻ. അപ്പം എല്ലാവർക്കും സുപരിചിതമായിരിക്കും ക്യാരറ്റ് പായസം. പക്ഷെ ഞാൻ ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ പല വിധത്തിലുള്ള പായസങ്ങളാണ് ഇവർ വിഷുവിന് വേണ്ടിയിട്ടുള്ള ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ മാംഗോ പായസം ഉണ്ട്, പിന്നെ ഗോതമ്പ് പായസം, പിന്നെ വേറെന്താണ് റെഡിയാണ്. അപ്പോൾ എനിക്ക് കുറേ വെറൈറ്റീസ് ഉള്ള പായസമായിട്ടാണ് ഈ പ്രാവശ്യം സെർവർ വന്നിരിക്കുന്നത്. അവർക്ക് പായസം മേളയാണ്. അപ്പോൾ എന്തായാലും അവർ ബാക്കിയുള്ളവർക്ക് ഞാൻ നിന്ന് കഴിഞ്ഞാൽ രാത്രി ഒരു നിൽക്കേണ്ടി വരും. അപ്പോൾ ക്യാരറ്റ് പായസം എന്തായാലും കാണാം. എനിക്ക് ക്യാരറ്റ് പായസം പഠിക്കണമല്ലോ. അപ്പം പക്ഷേ ക്യാരറ്റും എങ്ങനെ ആദ്യം നമ്മൾ നെയ്യ് തന്നെയാണ് നല്ല അടിപൊളി നെയ്യ് അങ്ങോട്ട് ഇടുകയാണ്. ഈ ഓക്കെ, ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് ഞാനങ്ങോട്ട് ഇട്ടേക്കട്ടെ.
ഞാൻ അങ്ങോട്ട് ക്യാരറ്റ് ഇടാൻ പോവാം കേട്ടോ. ഇത് കുറച്ചും കൂടെ പെട്ടെന്നുണ്ടാകുന്ന സാധനമാണ് അല്ലേ? നമുക്കൊരു പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇത് ഗ്രേറ്റ് ചെയ്യേണ്ടത് കണക്കേട് മാത്രമേ ഉള്ളൂ. ഇതിന് തേങ്ങാപ്പാൽ അല്ലേ? ഒരു പശുവും പാലാണ്. ഓ ഓക്കെ. അപ്പോൾ അടപ്പായസം നമ്മൾ ഉണ്ടാക്കിയത് തേങ്ങാപ്പാലും ഇത് നമ്മുടെ പശുവും പാലുമാണ്. പിന്നെ അധികം പെട്ടെന്നാവും അല്ലേ? ഇത് എത്ര നേരമായിട്ട് നമുക്ക് ഒരുപാട് 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പായസം വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം. പൊതുവെ ഇതാണ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസം. അപ്പൊ ഇതേ പ്രക്രിയ തന്നെ വേറെ ഫ്രൂട്ട്സ് ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് എന്ത് വേണേൽ ചെയ്യാം. ഇതേ പ്രക്രിയ തന്നെ അല്ലേ? ഇതേ ബീറ്റ്റൂട്ട് ചെയ്യാന്ന് പറയും. ഓ ശരി. ഒരു റെസിപ്പി നമ്മളിന്ന് പഠിച്ചു. പക്ഷേ ഇപ്പൊ നമുക്ക് റെസിപ്പി പറഞ്ഞു. ഞാൻ ക്യാരറ്റ് പായസം കഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ അടപ്പായസം കഴിച്ചു. അടപ്പായസം ഞാൻ പറഞ്ഞത് അടിപൊളി ടെസ്റ്ററായിരുന്നു. ഇപ്പോൾ പറയുന്ന എല്ലാം സ്ഥിരമായിട്ട് പറയും നല്ല പായസമായിരുന്നു. അതുപോലെ തന്നെ നല്ല സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ്. ഞാനും കൂടി ചേർന്ന് കുക്ക് ചെയ്തുകൊണ്ടാണ് ക്യാരറ്റ് ഞാൻ റണ്ണ് ചെയ്തത്. ഷെഫിൻ്റെ ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ അടിപൊളി സ്വീറ്റ് പായസം. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ എനിക്ക് തോന്നുന്നു അറിയാം ഗീ ഇട്ടാൻ്റെ ഫുൾ മണകൾ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണ് ഇതിൽ കഴിക്കാത്തതുകൊണ്ടായിരിക്കും, ആദ്യത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഐ തിങ്ക് വെരി ഗുഡ് പായസമാണ്. ക്യാരറ്റ് പായസം ആയിരിക്കും. ഓക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്യാരറ്റ് പായസം, കടപ്പായസം, സേമിയ പായസം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വിഷുവിന് പായസം ആവശ്യമുണ്ടെങ്കിൽ നേരെ സറോവറിലേക്ക് വരിക. ഇവിടെ 1/2 ലിറ്റർ 1 ലിറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ അവർ ഓൺ റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ വിഷു സദ്യയും അവർ ഒരുക്കും. പക്ഷേ നേരത്തെ വിളിച്ച് പറയണമെന്ന് പറയണം. അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു വിഷുവിന് നമുക്കിവിടെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐറ്റമായിട്ട് തോന്നും. നല്ലൊരു പായസം പാർസൽ വാങ്ങിക്കാം. അതുകൊണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ സറോവറിൽ വന്ന് നിങ്ങൾ വിഷു ആഘോഷിക്കുക. നന്ദി, നമസ്കാരം, താങ്ക് യു.